ഇപ്പോൾ കണ്ടുവരുന്നൊരു ട്രെൻഡാണ് ഇടയ്ക്കിടയ്ക്ക് ഫോൺസ് അങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ വർഷം പുതിയ പുതിയ ഫോൺസ് ഇറങ്ങും, അപ്പോൾ തന്നെ പുതിയ ഫോൺ പോയി അങ്ങ് മേടിക്കും. എടുത്തു പറയാനാണെങ്കിൽ ഇപ്പോൾ ഐഫോൺസ് ഒക്കെ ലോഞ്ച് ചെയ്യുമ്പോൾ പലരും ചെയ്യുന്നൊരു സംഭവമാണ്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യാതിരിക്കുക. സ്മാർട്ട് ഫോൺസിൽ എല്ലാ വർഷവും ടെക്നോളജിക്കലി അപ്ഗ്രേഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പുതിയ പുതിയ ക്യാമറ, സെൻസർ ആയാലും പ്രോസസ്സിംഗ് ആയാലും AI ആയാലും എല്ലാ ഫീച്ചേഴ്സിലും വളരെയധികം അപ്ഗ്രേഡ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ എല്ലാ വർഷവും പോയി ഒരു പുതിയ ഫോൺ മേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷെ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാർ ബ്രാൻഡ്സിൻ്റെയൊക്കെ ആ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ പോയിട്ട് പെട്ടുപോകാറുണ്ട്. അങ്ങനെ പോയി പുതിയ പുതിയ ഫോൺസ് അപ്ഗ്രേഡ് ചെയ്യും. അങ്ങനെയൊന്നും ഒരിക്കലും നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു ഫോൺ കറക്റ്റ് ആയിട്ട് മാറ്റേണ്ട ടൈം എന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഇന്ന ക്രൈറ്റീരിയാസ് നിങ്ങളുടെ ആ ഒരു ഫോൺ ഫുൾഫിൽ ചെയ്യുന്നില്ലെങ്കിൽ മാത്രം അപ്ഗ്രേഡ് ചെയ്യുക. അല്ലാതെ നിങ്ങളുടെ പൈസ കൊണ്ട് ഈ ഡിവൈസുകളിലൊന്നും സ്പെൻഡ് ചെയ്യാതിരിക്കുക. ഇതിന് പകരം നിങ്ങളൊരു ലാപ്ടോപ്പോ ക്യാമറയോ അതുപോലത്തെ എന്തെങ്കിലും ഹാർഡ്വെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും മച്ച് ബെറ്റർ. കാരണം നിങ്ങൾക്ക് അവിടെ ഒരു സ്കില്ല് ഡെവലപ്പ് ആവുകയാണ്. പക്ഷെ പലർക്കും ഇതൊന്നും ക്ലിയർ ആയിട്ട് മനസ്സിലാവത്തില്ല. ഇപ്പൊ ചോദിക്കുന്ന കാര്യം പല യൂട്യൂബേഴ്സും ഫോൺ അപ്പം മാറ്റുന്നുണ്ടല്ലോ. ഈ ഒരു യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇടുന്ന ആൾക്കാരെന്ന് പറയുന്നത് ആ ഒരു ഫോൺ കൊണ്ട് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അതൊരു എസെൻഷ്യൽ ടൂൾ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മാറ്റുക. എന്നിരുന്നാലും ഞാൻ ഇന്ന് പറയുന്ന പോയിന്റ്സ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് മാത്രം ഫോൺസ് അപ്ഗ്രേഡ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് എനിക്കൊരു ഇമ്പോർട്ടന്റ് പോയിന്റും കൂടെ പറയാനുണ്ട്, അത് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഫോൺ ശരിക്കും എത്ര വർഷമാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മിനിമം ഒരു ഫോൺ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമം 2 വർഷമെങ്കിലും ആ ഒരു ഫോൺ യൂസ് ചെയ്യുക. കാരണം ഇപ്പോൾ ഉള്ള ഫോൺസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നല്ല ഹാർഡ്വെയർ ആണ് ഇപ്പോൾ ഉള്ള ബ്രാൻഡ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ഫോൺ മിനിമം 2 വർഷമെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇതല്ലാതെ മാക്സിമം എത്ര വരെയാണ് യൂസ് ചെയ്യേണ്ടത്? സോ മാക്സിമം ടൈം എന്ന് പറയുന്നത് 3 to 4 വർഷം. ആ ഒരു ടൈം വരെ ഞാൻ പറയുന്നതിന്റെ മെയിൻ റീസൺ നിങ്ങളുടെ ഫോണിന്റെ ബാറ്ററി ഡീഗ്രേഡ് ആവും. അതുകൊണ്ട് 3 to 4 വർഷം ആകുമ്പോൾ ആ ഒരു ഫോണിൽ നല്ല ബാക്കപ്പ് കിട്ടാതെ ആവാം. സോ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോൺ അപ്ഗ്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ ബാറ്ററി റീപ്ലേസ് ചെയ്ത് യൂസ് ചെയ്യാം. ബട്ട് ബാറ്ററി റീപ്ലേസ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ ഒറിജിനൽ സർവീസ് സെന്ററിൽ നിന്ന് തന്നെ ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാത്ത പക്ഷം ആ ഒരു ഫോൺ മാറ്റിയിട്ട് പുതിയൊരു ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. ഞാൻ ഈ ഒരു സർവീസ് സെന്ററിൽ നിന്ന് തന്നെ ബാറ്ററി മാറ്റാൻ പറഞ്ഞ മെയിൻ റീസൺ പുറത്തുനിന്ന് മാറ്റുന്ന ബാറ്ററീസ് ഒറിജിനൽ അല്ല. ഈ ഒറിജിനൽ അല്ലാത്ത ബാറ്ററീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഫോൺ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് വരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് ഒരിക്കലും റിസ്ക് ചെയ്യരുത്. ഏറ്റവും നല്ലത് ഫോൺ റീപ്ലേസ് ചെയ്യുക. ബാറ്ററി മാറ്റണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ബാറ്ററി തന്നെ മേടിക്കുക. ഇവിടെ ഒരു സ്വീറ്റ് സ്പോട്ട് നോക്കുകയാണെങ്കിൽ ഒരു 3 വർഷമൊക്കെ അത്യാവശ്യം നല്ലതാണ്. 4-5 വർഷമൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഫോണിൽ സാറ്റിസ്ഫൈഡ് ആണ്, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മിനിമം ഒരു 2 to 3 വർഷമെങ്കിലും ആ ഒരു ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയിപ്പോൾ അടുത്ത് നിങ്ങൾ നോക്കേണ്ട ഒരു പോയിന്റ് ആണ്, നിങ്ങളൊരു ഫോൺ പർച്ചേസ് ചെയ്തു, അത് 1 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ഒരു ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഫോൺ ആക്ച്വലി നിങ്ങൾക്ക് ലിമിറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യണം. അതായത് നിങ്ങൾക്ക് അതിന്റെ ക്യാമറ ഹാർഡ്വെയർ അത്ര പോരാ, കുറച്ചുകൂടെ നല്ല ക്യാമറ ഫോണിലേക്ക് മാറണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ഉള്ള ഫോണിലേക്ക് മാറണം. സോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ ഫോണിൽ ലിമിറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. അല്ലാതെ നല്ല പെർഫോമൻസ് ഉള്ള ഫോൺ വെച്ചിട്ട് എനിക്ക് ഗെയിം കളിക്കാൻ ഇനിയും പെർഫോമൻസ് ഉള്ള ഫോൺ വേണമെന്നും പറഞ്ഞ് അപ്ഗ്രേഡ് ചെയ്യുന്നത് ഒട്ടും തന്നെ വെറുത്തല്ല. അതുപോലെ തന്നെയാണ് സോഫ്റ്റ്വെയർ സപ്പോർട്ട്. ചില ഫോൺസിലൊക്കെ 1 വർഷത്തിന്റെ വോയിസ് അപ്ഗ്രേഡേ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ചില ഫോൺസിൽ നോക്കുകയാണെങ്കിൽ 2 വർഷമൊക്കെ ആയിരിക്കും. നിങ്ങൾ 2 വർഷം ഫോൺ യൂസ് ചെയ്ത് അതിന്റെ സോഫ്റ്റ്വെയർ സൈക്കിളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പുതിയൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ബാങ്കിങ് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയൊരു ആപ്ലിക്കേഷൻ ലോഞ്ച് ആവുകയാണ് ആൻഡ് നിങ്ങളുടെ ഫോണിൽ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല, ആൻഡ് ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ആ ഒരു ഫോൺ എന്തായാലും അപ്ഗ്രേഡ് ചെയ്തേ പറ്റത്തുള്ളൂ. സോ അങ്ങനത്തെ ഒരു ടൈമിൽ നിങ്ങൾ എന്തായാലും ഫോൺ പോയി അപ്ഗ്രേഡ് ചെയ്തോളൂ. കാരണം ചില ആപ്ലിക്കേഷൻസ് ഇപ്പോൾ പുതിയ ലോഞ്ച് ആവുന്ന ആപ്ലിക്കേഷൻസിന് മിനിമം ഈ ഒരു ആൻഡ്രോയിഡ് വെർഷൻ വേണം, അങ്ങനെ ഒരു റിക്വയർമെന്റ് കൊടുത്തിട്ടുണ്ടാവും. സോ ആ ഒരു ആൻഡ്രോയിഡ് റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ഹാർഡ്വെയർ ലിമിറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് പോയി ഒരു പുതിയ ഫോൺ പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, നിങ്ങളുടെ ഫോൺ അടിച്ചു പോയാലും നിങ്ങൾക്ക് പോയി ഫോൺ അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങളുടെ ഫോണിന്റെ ഹാർഡ്വെയർ ലെവലിൽ നോക്കുകയാണെങ്കിൽ മദർ ബോർഡ് അടിച്ചു പോയി, അല്ലെങ്കിൽ അതിന്റെ ക്യാമറ ഹാർഡ്വെയറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഹാർഡ്വെയർ അടിച്ചു പോയി, അതിന്റെ സ്പെയർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ മദർ ബോർഡ് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ പുതിയൊരു ഫോൺ മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, അതിനെ റിപ്പയർ ചെയ്ത് യൂസ് ചെയ്യുന്നതും കാട്ടും. പക്ഷെ ഇപ്പോൾ ഉള്ള മിക്കവരും വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, കൂടിയ ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലൈഫ് കിട്ടും, എന്നാൽ കുറഞ്ഞ ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ ഒട്ടും ലൈഫ് കിട്ടത്തില്ല എന്ന്. അതൊരു പരിധി വരെ ശരിയല്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു കൂടിയ ഐഫോൺ മേടിച്ചു, അല്ലെങ്കിൽ സാംസങ്ങിന്റെ S25 Ultra മേടിച്ചെന്നൊക്കെ ഇരിക്കട്ടെ, അതിനിപ്പോൾ ഒരിക്കലും അടിച്ചു പോകത്തില്ല എന്നൊന്നും ഒരിക്കലും ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ S25 Ultra വാറന്റി കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ വരുന്നത്, അല്ലെങ്കിൽ ഐഫോൺ വാറന്റി കഴിഞ്ഞിട്ടായിരിക്കും എന്തെങ്കിലും ഇഷ്യൂ വരുന്നത്. അതും വളരെയധികം കോസ്റ്റ്ലി ആയിട്ടുള്ള റിപ്പയറും കാര്യങ്ങളൊക്കെ എന്തായാലും സർവീസ് സെന്ററിൽ നിന്ന് പറയും. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് എക്സ്പെൻസീവ് ഫോൺസിലും വരാം, അത് കുറഞ്ഞ ഫോൺസിലും വരാം. ഈ ഒരു കാര്യം കൂടെ മൈൻഡിലേക്ക് വെച്ചിട്ട് മാത്രം പോയി ഒരു ഫോൺ പർച്ചേസ് ചെയ്യുക. കൂടിയ ഫോൺ ആയതുകൊണ്ട് അത് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും, കുറഞ്ഞ ഫോൺ ആയതുകൊണ്ട് കുറച്ചു കാലം മാത്രമേ ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. സോ അങ്ങനത്തെ ഒരു മണ്ടത്തരം പലരും പറയുന്നുണ്ട്. സോ അങ്ങനെയൊന്നുമില്ല. സോ നിങ്ങളൊരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മെയിൻ ആയിട്ട് അതിന്റെ എക്സ്പീരിയൻസിനാണ്, അതിന്റെ പെർഫോമൻസിനാണ്, അങ്ങനത്തെ കാര്യങ്ങൾക്കാണ്. അല്ലാതെ ഡ്യൂറബിലിറ്റിക്ക് മാത്രം വെച്ചുകൊണ്ട് ഇന്നത്തെ
ഇന്നത്തെ കാലത്ത് ഒരു ഫോൺ പോയി പർച്ചേസ് ചെയ്യരുത്. അപ്പോൾ ഇത്രയാണ് എനിക്ക് മെയിനായിട്ട് ഈ ഒരു വീഡിയോ പറയാനുള്ളത്. നമ്മൾ വേറെയും ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കിയുള്ള വീഡിയോസോട് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ദിസ് ഇസ് ഫോൺ മോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.